കുതുബിൻ തുഹദറുൽ ഖിറാഅത്തു ഫീഹാ പാരായണം ചെയ്യാൻ പാടില്ലാത്ത ചില കിതാബുകൾ ആർക്ക് പാടില്ലെന്ന് അർഹതയില്ലാത്താക്ക് പറ്റൂല. അതുകൊണ്ട് അത് കുറച്ച് പടവായത് കൊണ്ടാണ് അല്ല, നമ്മളെ ബുദ്ധിക്ക് അതീതമാവാത്ത ചില മേഖല നോക്കിയിട്ട് അവർക്ക് ഓരോ ഇബാറത്ത് പറഞ്ഞിട്ടുണ്ടായില്ലേ. മുമ്പ് കിതാബ് മതിയില്ലേ, പാട്ടുപാടിയില്ലേ, കഥനും തുടക്കത്തില്ല അതിലുള്ളത് വസമ്മാ ഉലൂമുൻ വസമ്മാ വറാഅൽ ലഖലി ഉലൂമൻ യദിക്കുമൻ അൻ. പിന്നെ ആജാത്തുൽ നഖൂലി സലീമത്തി എന്ന് പറഞ്ഞില്ലേ ഇപ്പൊ നമ്മ ഒരു ഇമാമ് പറഞ്ഞ പാട്ട്. സമ്മാ വറാഅൽ ലഖലി, അഖലിന്റെ അപ്പുറം അല്ല, വറാഅൽ നഖലി നിങ്ങൾ കണ്ട നഖലിനപ്പുറം ഉണ്ടെന്നുണ്ട് ഉലൂമുൻ, ചില ഉലൂമുണ്ട് യദിഖു അൻ മദാരിക് ഗായാത്തിൽ ഉഖൂലി സലീമത്തി, സലീമായ അഖല് കൊണ്ട് പിടുത്തം കിട്ടുന്ന അതിൻ്റെ അപ്പുറം ചില ഉലൂമുണ്ടെന്നാണ് പറഞ്ഞത്. ആ ഉലൂമിനെ തൊട്ട് ഇബാറത്തിലുണ്ട്. എന്താണ്? ഇതേ കലിമത്ത് കൊണ്ട് തന്നെ, വേറെ ഭാഷയില്ല. അറബി ആവട്ടെ ഉറുദു ആവട്ടെ എന്ത് ഭാഷയിലും ഭാഷയിൽ കവിഞ്ഞ വേറൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ ഇബാറത്ത് നോക്കിയിട്ട് അതാണ് ഉദ്ദേശിക്കപ്പെടേണ്ടത്. അപ്പൊ നമ്മളെ അക്കൽ എന്താക്കും? ഇന്ന് പിന്നെ തടഞ്ഞു പോകും. അപ്പൊ മുസന്നിഫിന്റെ ഉദ്ദേശത്തിൽ തെറ്റിയിട്ട് വേറെന്തോ കാട് കയറിയിട്ടുണ്ടാവും. അവർക്ക് ചില കലിമത്ത് പ്രയോഗിച്ച ചില ഇസ്തിലാഹാത്തുണ്ട്. ഇബ്നു അറബി റളിയല്ലാഹു അൻഹു പ്രതി ഇസ്തിലാഹാത്ത് ഡിക്ഷണറി തന്നെ ഉണ്ട്. താരിഫാത്തുൽ ജുർജാനി അത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇബ്നു അറബി തങ്ങളെ കിതാബ് നോക്കുന്ന ആള് ഇത് പഠിച്ചിരിക്കണമെന്നാണ്. അതുകൊണ്ട് അതിനറിയ പിഴവായത് കൊണ്ടല്ല. ينبغي للإنسان أن يحترز من مطالعة الكتب التي تشتمل على الأمور الغامضة. ബുദ്ധിക്ക് പെട്ടെന്ന് വെളിപ്പെടാത്ത ചില കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ചില കിതാബുണ്ട്, അതിപ്പോൾ പാരായണം ചെയ്യാൻ നിൽക്കണ്ട. അതിന് വ്യാഖ്യാനം എന്താന്ന്? ഓരത്ര മോശക്കാരെന്നാ അല്ല, നീ അടുത്തേക്ക് എത്തിയിട്ടില്ല എന്നാ മനസ്സിലാക്കേണ്ടത്. അതെന്തിനാണ് അങ്ങനെ ഇഹ്തിറാസ്? ഈസാ അലൈഹിസ്സലാം സലാമത്തിന് മുൻതൂക്കം കൊടുത്തിട്ടാണ്. അപ്പം വെളുക്കാൻ തയ്ച്ചപ്പോൾ ഉണ്ടാകാൻ പാടില്ല. മുസന്നിഫ് ഉദ്ദേശിച്ച വജിഹല്ലാത്ത രൂപത്തിൽ മനസ്സിലാക്കി കളയും എന്ന് പേടിച്ചിട്ടുമാണ്. അപ്പൊ അവ സവാഉ സബീൽ തൊട്ട് തെറ്റിപ്പോകും. വയഹലിക്കമാൽ ഹാലിക്കങ്ങളുടെ കൂട്ടത്തിൽ ഹലാക്കായി പോകും. ഉദാഹരണം മസല മുഅല്ലഫാത്ത് ശൈഖ് ഇബ്നുൽ അറബി റളിയല്ലാഹു അൻഹുവിന്റെ തസ്രീഫാത്തുകൾ പോലെ. പിന്നെ വകിതാബയിൽ മേറാജ് വൽ മളനൂൻ, രണ്ട് കിതാബുണ്ട് ലിൽ ഇമാം അൽ ഗസാലി തങ്ങൾ. അൽ മളനൂൻ പറഞ്ഞാൽ തന്നെ മറ്റുള്ള ആൾക്ക് അറിയിച്ചു കൊടുക്കാൻ പാടില്ലാത്ത ഇൽമെന്നാണ്. ലന്ന തന്നെ ഭക്ഷ്യത്തരം കാട്ടിയില്ലല്ലേ. അൽ മളനൂൻ അലാ ഗൈരി അഹ്ലിഹി എന്നാണ്. അർഹതയില്ലാത്തവർക്ക് പഠിപ്പിച്ചു കൊടുക്കാതെ സൂക്ഷിക്കേണ്ട ഇൽമെന്നാണ് പറഞ്ഞു. പക്ഷെ നഷ്ടപ്പെടാതിരിക്കാൻ മൂപ്പർ കിതാബുണ്ട്. അതില്ല, രണ്ടെണ്ണോ. വകദാലിക മുഅല്ലഫാത്തു ശൈഖ് അബ്ദുൽ കരീമിൽ ജീലി തങ്ങളുടെ കിതാബ് പോലെ. ഖുറാനാണ് അഷൈഖുൽ ആരിഫു അബ്ദുൽ കരീം ഇബ്നു ഇബ്രാഹിം ഇബ്നു അബ്ദുൽ കരീമിൽ ജീലി 767 832 വഫാത്ത്. ഇബ്നു സിബത്ത് ശൈഖ് അബ്ദുൽ ഖാദിർ ജിലാനി റളിയല്ലാഹു അൻഹുവിന്റെ സിബത്തിന്റെ മോനാണ്. നമ്മൾ സിബത്ത് അറിയാല, മകളെ ഭാഗത്തിൽ കൂടി വന്ന സിബത്ത് എന്ന് പറയും, ആൺമക്കളെ ഭാഗത്തിൽ കൂടി വന്നാൽ എന്താക്കും? ഹഫീദ് എന്ന് പറയും. അപ്പൊ അബ്ദുൽ ഖാദിർ ജിലാനി ഉമ്മയുടെ ഭാഗത്തിൽ കൂടി ഉപ്പാപ്പയാണ്, ചെറിയ ആളല്ല. മാത്രമല്ല വഹദ സൂഫിയ്യത്തില്ലദീന ഗലബ അലൈഹിമുൽ ജാനിബുൽ ഫൽസഫിയ്യു റംസി. അതാ ഫൽസഫിയ റംസിയ ജാനിബ് ഗാലിബ് എന്ന് പറഞ്ഞാൽ ചില കലിമത്തിട്ട് ഇഷാറത്തെ പറയുള്ളൂ. അതിൻ്റെ പിന്നിലും ഒരുപാട് മാലൂമാത്തുണ്ടാവും. മിൻ മുഅല്ലഫാത്തിൽപ്പെട്ടാണ് അൽ ഇൻസാനുൽ കാമിൽ വൽ കഹ്ഫു വർ-റഖീം ഫീ ശറഹ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതുപോലെ ശറഹ് മുഷ്കിലാത്തുൽ ഫുതുഹാത്തുൽ മക്കിയ്യ. ഫുതുഹാത്തുൽ മക്കിയ്യ ആരതാണ്? ഇബ്നു അറബി തങ്ങളതാണ്. എന്നിട്ടാണ് അത് കിതാബ് ഉണ്ടാക്കി ഖുറാസാക്കിയിട്ട് കഅബത്തിന്റെ മുകളിൽ വെച്ച്, നിന്റെ ദീനിനെതിരായ വല്ലതും ഉണ്ടെങ്കിൽ എന്താക്കണം? കാറ്റ് വന്നാൽ പറത്തിക്കളയണമെന്നാണ് ഉദാഹരണം. ഒരു കൊല്ലം അടം വെച്ചിട്ടും അനങ്ങിയിട്ടില്ല എന്നാണ് ഫതാവൽ ഹദീസ് ബന്ധതാണ്. അതിന് ഫുതുഹാത്തുൽ മക്കിയ്യ എന്ന് പേര് വന്നെന്തുണ്ട്.
കമാ ദക്കറ ദാലിക സയ്യിദ് അബ്ദുല്ലാഹ് ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ഫീ റിസാലത്തുൽ മുആവനത്തിലാണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അബ്ദുൽ കരീമിൽ ജീരി മോശമാണെന്നോ ഗസാലി ഇമാം മോശമാണെന്നല്ല ഇതിൻ്റെ അർത്ഥം. വഖാല സയ്യിദുൽ ഇമാം ഹൈദറൂസ് ഇബ്നു ഉമർ അൽ ഹബശി റളിയല്ലാഹു അൻഹു പറയുന്നു, റവിയാൻ സയ്യിദുന അബ്ദുല്ലാഹിൽ ഹൈദറൂസ് തങ്ങളെ തൊട്ട് റിവായത്ത് അന്നഹു റആ ബിയദി വലദിഹി ഹബീബക്കർ അൽ അദനി, മകൻ്റെ കയ്യിൽ കണ്ട്. അബൂബക്കർ അൽ അദനി ആരാ? അൽ ഇമാമുൽ ഖുതുബു അബൂബക്കർ ഇബ്ൻ അബ്ദുല്ലാഹിൽ ഹൈദറൂസ് അൽ അദനി 851 914 വഫാത്ത്. അപ്പം വലിയ മക്തൂം ഞങ്ങളുടെ കാലത്തുണ്ടോ? 928 വലിയ മക്തൂം ഞങ്ങളുടെ വഫാത്ത്. മൗലിദുഹു ബി തരീമിലാണ്, വഫാത്തുഹു ബി അദനിലാണ്, ഖബറുഹു ബിഹാ ലാഹിറുൻ യുസാർ, അവരുടെ ഖബർ വളരെ പ്രസിദ്ധമാണ്, സിയാറത്ത് ചെയ്യപ്പെടേണ്ട ഖബറാണെന്ന് പറഞ്ഞു. അഖദ അനിൽ അക്കാബിരി, വലിയ നേതാക്കന്മാരെ തൊട്ട് ഇൽമു പഠിച്ചു. കബാലിദി ഒന്ന് ഉപ്പ തന്നെ, വഅമ്മി രണ്ടാമത്തെ അമ്മ അഷേഖ് അലി ഇബ്നു അബീബക്കർ സക്രാൻ നമുക്കറിയാലോ. വൽ ഇമാമുൽ ഫഖീഹ് അബ്ദുല്ലാഹി ഇബ്നു അബ്ദുറഹ്മാൻ ബാഫദലി, വൽ ഇമാമുൽ ആമരി സാഹിബ് ബഹജത്തുൽ മഹാഫിൽ വഗൈരിഹിം. കാന ആബിദൻ സാഹിദൻ ഹലീമസ് സഖായി സലീമസ് സദ്രി കസീറൽ ഖശ്യ. ഇതെന്താ മഹത്വം വേണ്ടത്? മുസ്തഹിറ ഫിൽ ആഫാഖ്, ലോകത്തെ മുഴുവൻ പ്രസിദ്ധരാണ്. മിൻ തസാനിഫിഹി അൽ ജുസുഉൽ ലത്തീഫ് ഫി തഹകീം ശരീഫ് എന്ന കിതാബ്, ദീവാനു ഷേർ, അജിബത്തും ഫി തസവ്വുഫിലെ കുറേ ജവാബുകൾ, മജാമിഉ ഫിൽ അദ്ഇയത്തി വൽ അദ്കാർ, ഇതെല്ലാം ഓരോ കിതാബ്. അപ്പം മകൻ്റെ കയ്യിലെ കിതാബ് കണ്ടത് ജുസ്അൻ മിൻ ഫുതുഹാത്തിൽ മക്കിയാൻ്റെ ഒരു ജുസ് കണ്ട്. ആർക്കുള്ളത്? ഇബ്നു അറബി തങ്ങളെ. അപ്പോൾ സജറഹു, ഉപ്പന്താക്കി തടഞ്ഞു. അൻ മുത്താലാറ്റ് ദാലിക്കൽ കിതാബ്, ആ കിതാബ് മുത്താല ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് തടഞ്ഞു. ഇതിനർത്ഥം നക്ഷം തെറ്റാൻ പഠിച്ച ജാഹിലെ അങ്ങനെ പറയാൻ പാടില്ല. വനുഖില ഫീ തസ്മീത്തിൽ ഫുആദിൽ പറഞ്ഞു അൻ സയ്യിദുൽ ഇമാം അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളെ തൊട്ട്. അതായത് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളെ മുഴുവൻ അൽഫാദുകൾ എന്താക്കി മൽഫൂദാത്ത് എഴുതി വെച്ച ആളാണ് തസ്മീത്തുൽ ഫുആദ്, അവരുടെ ശിഷ്യൻ, മൂപ്പർ സ്വന്തം കിതാബല്ല. അന്നഹു ഖാല ലാ യംബഗി ലിത്വാലിബി അൻ യബ്തദി ബിമുതാലാത്തി കുതുബി ഷാദുലിയ, ഷാദുലിയാക്കളായ കിതാബുകൾ മുത്താല ചെയ്യാൻ വേണ്ടി തുടങ്ങാൻ പാടില്ല. അതുകൊണ്ട് തഫ്വീലിൻ്റെയും മറ്റൊക്കെ മേലെ ഘടകത്തിലേക്ക് മൂപ്പർ സംസാരിക്കുന്നുണ്ടായിരുന്നു. അവിടത്തേക്ക് നമ്മൾ എത്തിയിട്ടില്ല. ഹത്താ യുതാലിയ അവലൻ ഗൈറഹ, അതിന് മുമ്പായിട്ട് വേറെ കിതാബ് പഠിക്കണം. മോയ് ഹക്കിമ, അത് നല്ലപോലെ ഹെക്കാമാക്കിയിട്ട് വേണം ഷാദുലിയ കിതാബ്. തീരെ നോക്കണ്ടെന്നല്ല പറഞ്ഞത്. അതുപോലെ കുത്തുബിൽ ഇമാമിൽ ഗസാലി, അതിന് മുമ്പ് നോക്കേണ്ടതാണ് ഇമാം ഗസാലി തങ്ങളെ കിതാബ്. സുമ്മ യുതാലിയ ബഅദ ദാലിക കുതുബ ഷാദുലിയ, ഷാദുലിയ കിതാബ് പിന്നെ നോക്കേണ്ടത്. അതുകൊണ്ട് ലിയസ്തഫീദ, എന്നാലേ ഫായിദ കിട്ടുള്ളൂ. ഷാദുലി ഇമാം ഷാദുലിക്ക് കിതാബില്ല, അവർക്ക് കിതാബില്ലാത്തത് കൊണ്ട് നോക്കി അതിന് ആ നഷ്ടം പരിഹരിച്ച അബുൽ അബ്ബാസുൽ മുർസീബിനെ സിക്കന്ദരി, അത് കാര്യമായ കിതാബ് ലതായിഫുൽ മിനൻ. ഇർഷാദുൽ ജാഫി അതല്ലല്ലോ, ജാഫി ഇമാമി കിതാബല്ലേ. ഫൈബതദഅ ബിഹാ അവലൻ, അതായത് ഷാദുലിയ കിതാബ് ആദ്യം തുടങ്ങിയെങ്കിൽ എന്താ പറയുക? റജഅ യഹ്തജ് ബിൽ അഖ്ദർ, അള്ളാഹിനെ ഖദർ പിടിച്ചിട്ട് ഓനെ ഹുജ്ജത്താക്കി കൊണ്ടുവരും. അള്ളാഹ് കണക്കാക്കിയിട്ടല്ലേ, അള്ളാഹ് അങ്ങനെ ആക്കിയിട്ടല്ലേ. ബാക്കി കലഹമിൻ അല വളം, വളം എന്ന് പറഞ്ഞാൽ ഈ കൊട്ട് ധരിക്കാനും ഇറച്ചി മരിക്കാൻ വേണ്ടിയിട്ട് കുട്ട വെക്കലുണ്ട്, അതാണ് വളം. ലഹമൻ അല വളമി എന്ന് വെറുതെ ഇല്ലേ. ലഹമൻ അല വളമി, ഇറച്ചി മരിക്കാൻ പറ്റിയ കൊട്ടാൻ്റെ മുള്ളായ മാതിരിയാണ്. അപ്പം ഇവനെന്താക്കും? അപകട വേദിയിലാണ് ഉള്ളത് എന്നർത്ഥം. ഏക അവസരത്തെ കൊത്തു കിട്ടുകയെന്നറിയില്ല. ദാവൽ വളമു കുല്ലുമായുള്ള അലഹിൽ ലഹമ മിൻ ഖശബിൻ ഔ ഹസീൻ ഔ നഅ്ഫൻ യുഖാ ബിഹി മിനൽ അർള് വൽ മഖ്സൂദ് ബിൽ മസൽ അന്നഹു ബാഖിൻ അലാ ഹാലി ലാ യഹ്സുലു ലഹു നളുജൻ വലാ തമാം. ബഹുദാ തർശീന്നും പറയാം, നാളെ ബഹു പൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് കടുപ്പപ്പെട്ട കിതാബ് ആദ്യം നോക്കാൻ പാടില്ല. ഞാനെല്ലാം നോക്കിയാളാന്ന് ബടായി ആക്കാൻ വേണ്ടിയിട്ട്. അതിൽ മഷീഷ് വ്യാഖ്യാനിക്കാൻ വേണ്ടി സമ്മതം ചോദിച്ചപ്പം സമയത്തില്ലെന്ന് പറഞ്ഞത്. അല്ല, കുറേ ആൾക്ക് താല്പര്യം ഉണ്ടായാലും മഷീഷ് ഒന്ന് വ്യാഖ്യാനിച്ചൂടെ? സമ്മതം ചോദിക്കട്ടെ, ടൈമായിട്ടില്ല. وقال نفع الله به علمان لا نؤمن لا نأمن متفقهة الزمان عليهما
രണ്ട് ഇൽമുണ്ട്. ഈ കാലത്തിലുള്ള മുതഫഖിഹത്തിന് നമുക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്താണ്? ഒന്ന് ഇൽമുൽ ഹഖായിഖ്, ഹഖായിഖിന്റെ ഇൽമ് അതെല്ലാവർക്കും തിരിയില്ല, അത് സൂഫിയാക്കളതാണ്. രണ്ടാമത് ഇൽമുൽ ഖിലാഫ് ബൈനൽ അഇമ്മ, ഇമാമികളിൽ പറഞ്ഞ ഖിലാഫിന്റെ ഇൽമ് എന്താക്കുന്നറിയോ? അവസാനം ദീനേ ഇല്ലാണ്ടാവും. അങ്ങനെ ഒരു കോലുണ്ട്, ഇങ്ങനെ ഒരു കോലുണ്ട്, മറ്റേ കോലുണ്ട്, ഇങ്ങനെ കോലുണ്ട്, ഒന്നുമില്ലാണ്ട് നിൽക്കാനും കോലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കൗലും കെല്ലിനൊക്കെ തൽഫീക്കാക്കിയിട്ട് പുതിയ ദീനുണ്ടാക്കും. ഇത് നമുക്ക് കിതാബ് ഇല്ലാണ്ട് പറയുന്നതല്ല, ഇതിന്റെ കിതാബ് ധാരാളം നമ്മളെ കയ്യിലുണ്ട്. വലാക്കില്ല നുളിഹിറുഹ, മറ്റുള്ള ആൾക്ക് കാണിച്ചു കൊടുക്കൂല എന്നാ പറഞ്ഞത്. അബ്ദുല്ലാ തങ്ങൾ പറഞ്ഞത് കിതാബ് ഇല്ലാത്തതുകൊണ്ടല്ല, നമ്മളെ കൈമേലുണ്ട്, തിരിയും ചെയ്യും, അതിനെ പറ്റുന്ന ആള് വന്നു. പക്ഷെ മുതഫഖിഹത്തുൽ സമാന് കാണിച്ചു കൊടുക്കൂല. പ്രത്യേകിച്ചിട്ട് ഏത് ഇൽമുൽ ഖിലാഫ് എന്ത് തെറ്റ് സൂചിപ്പിച്ചാൽ അങ്ങനെയും കൗലുണ്ട്, അങ്ങനെയും കൗലുണ്ട്, എന്താ ഇത് ഇന്നാളെ 10 കൊണ്ടെന്ന് പറഞ്ഞാൽ രക്ഷപ്പെടില്ല, സ്വീകരിക്കില്ല, അതങ്ങനെ തന്നെ ആട്ടോക്കും. ഇത് നാളെ ഒരിക്കലും പോയി താനും കാതുറു, മറ്റേ മലേഷ്യ, നോക്കിയപ്പോൾ എന്തായി, കാതുറും എല്ലാവരും കഴിഞ്ഞിട്ട് പറഞ്ഞു ആ വെക്കുമ്പോൾ ശരിയല്ല. തനസ്സുലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംരിൻ സലാമിനോട് വെക്കുകയും ചെയ്തു. ഈ സലാം ഈ ജുംലയിൽ എന്ത് സ്ഥാനത്താണ്? ഒരു ജുംല പറഞ്ഞാൽ ആ ജുംലയിൽ ഒന്നിക്ക് മുബത്തദിയാകണം, അല്ല ഖബറാകണം, ഫായിലാകണം, മഖ്ബൂലാകണം, അല്ല മുതഅല്ലഖാകണം, ദർഫാണ്, എന്തെങ്കിലും ഒരു പങ്കുണ്ടാവില്ല. മിൻ കുല്ലി അംരിൻ സലാമിന്റെ ഈ സലാം എന്താ ലഫ്ള്? ഹഖീഖത്ത് എന്താണ്? സലാമുൻ ഹിയ മുബ്തദാ മുഅഖറു, സലാം ഖബർ മുഖദ്ദം, അപ്പുറത്തെ ജുംലയാണ്, അവിടുത്തെ ഇപ്പുറം കയറ്റി വെച്ച്. എന്നിട്ടോ ലൈലത്തുൽ ഖദറിന് എന്താക്കി വീരം ചോദിക്കും, ഈ ഹത്താമത്തെ ലൈലത്തുൽ ഖദർ നേരം വെളുക്കോളുണ്ടാവും. അതെല്ലാ രാത്രി അങ്ങനെ തന്നെയല്ലേ ചോദിച്ചാൽ പലയിടത്തും പറഞ്ഞൊക്കെ പറയാൻ മതി. ജനങ്ങൾക്ക് അത് നല്ലൊരു ഇഷ്ടമായി തോന്നുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ ജനങ്ങളൊക്കെ ഇരിക്കുന്ന നിങ്ങൾ തോന്നിക്ക് ഞാൻ മാറ്റിക്കിച്ചിട്ടെന്ന്. ഏത് ജനങ്ങളെ ഇവരോട് അങ്ങനെ വഖഫയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? ചുരുക്കത്തിൽ ചെയ്ത തെറ്റിനെ ന്യായീകരിച്ചിട്ട് പണ്ട് ഉസ്താദ് പറയുന്നുണ്ട്, അബ്ദുൽ റസാഖ് ഉസ്താദ്, ഇമാം ചട്ടി റഹ്മത്തുള്ളാഹി തആല ശർഹുൽ ഖുംദി പറഞ്ഞിട്ടില്ലേ? നിങ്ങെന്താ നോക്കാനും? പഠിച്ചാൽ അയാള് ഭയങ്കര അല്ലാമയല്ല, ഖുതുബ് ഖാൻ അടിച്ചു വർത്തിയല്ല. ഇമാം ചട്ടി ഏത് കാലത്താണ് ജനിച്ചത്? ശർഹുൽ ഖുംദി എന്നാണ് മത്തനേതാന്ന് തൽക്കാൻ 4 ആളെ മുമ്പ് രക്ഷപ്പെട്ട്. പക്ഷെ എന്താന്ന് വേറെ ഇമാമിനെ പറയാത്ത നന്നായി. ഇരട്ടി നിന്നുള്ള രക്ഷപ്പെടാൻ വേണ്ടി ഇമാം നബവി തങ്ങളെ ചീത്ത പറഞ്ഞൊരാള് എനിക്ക് വല്ലാത്ത ദുഃഖം പിടിച്ചു. പക്ഷെ അടുത്ത ദിവസം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളെ നാട്ടുകാരുടെ ഇടയിൽ കയ്യും കെട്ടിയിട്ട് പിടിച്ചോണ്ട് പോകുന്ന ചുറ്റുപാടുണ്ടാക്കി. നബിമാമിനെ പറഞ്ഞ അങ്ങനെ വേണ്ടി നെല്ലുണ്ട് എന്ത് കൊണ്ടാൻ വേണ്ടി പറഞ്ഞാൽ കേൾക്കുക, ഇമാമികൾ ചീത്ത പറഞ്ഞു. وقال رضي الله عنه ينبغي للإنسان ألا يتعمق في مطالعة الكتب التي فيها ذكر ما وقع لسيدنا علي رضي الله عنه. അലി റളിയല്ലാഹുവിന്റെ കാലത്ത് പല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്താണ്? കൽ ജമൽ, ബാഖിയത്തുൽ ജമലി, സിഫീന്, ഇതൊന്നും പറയാൻ പാടില്ല. അപ്പൊ സഹാബത്ത് അങ്ങനെ ആക്കിയിട്ടില്ലേ, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ആയിക്കൂടെ? സഹാബത്തിനല്ലേ ബിംബിട്ടുണ്ട്, ഇതയിട്ടൊന്നല്ലേ അല്ല പറഞ്ഞു. ആരെ ബിംബിച്ചാൽ നിങ്ങൾ രക്ഷപ്പെടുന്നു? സഹാബത്തിന് ഇതുണ്ടായിട്ടില്ലേ? അവിടെ ഭക്ഷണം ഉണ്ടായിട്ടില്ലേ? സഹാബിന്റെ ഇടയിൽ നടന്ന എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ മുണ്ടാതിരുന്നോളാം. കാരണം മനസ്സുകൾ എന്താക്കും? വൈരാഗ്യം ഉണ്ടാക്കി തീർക്കും. കർബലയിൽ പെട്ടല്ല. വലാ ബുദ്ദ മാ യമുറു അലൈഹിൽ ഖീലു മിൻഹാ ഫീ ശൈഇൻ മിനൽ കുതുബി വഇൻ ബുലിയൽ ആലിമ ബിദാലിക വഹതാജ ഇല അൻ-നദർ ഫീ ശൈഇൻ മിമ്മാ ദുകിറ ഫൽയതവസ്സത് വലാ യുംഇനു. ചിലപ്പോൾ എന്താകും? ചില വിഷയങ്ങൾ പറയാതിരിക്കാൻ പറ്റൂല. അത് ലറൂറത്തിന്റെ അവസരത്തിൽ പറയേണ്ടി വന്നിട്ടുണ്ടാവും. അതാണ് ഫലാബുദ്ധമായ യമുറു അലൈഹിൽ ഖലീലു മിന്നാ ഫീ ശൈഇൻ മിനൽ കുതുബ്. നമ്മൾ പാരായണം ചെയ്യുമ്പോൾ എന്താകും? കുറച്ചെവിടെയും പറഞ്ഞിട്ട് കാണാം.
കാണുന്ന അവസരത്തിൽ അങ്ങനെ വയും ബൊലിയൽ ആലിമു ബിദാലിക്, ഒരു മൗലവി അതുകൊണ്ട് എന്താക്കി ബലാലാക്കപ്പെട്ടു, അത് നോക്കേണ്ടി വന്നാൽ വല്യതവസ്സത്ത്, അവിടെ എന്താകണം, ഒരു മധ്യനില സ്വീകരിക്കണം. രണ്ട് പക്ഷത്തും കൂടാൻ പറ്റൂല. ഒരു ഭാഗത്ത് ന്യായം മറ്റേ ഭാഗത്ത് ഒന്നും പറ്റൂല. വലാജും തസൂഫിന്റെ കിതാബിൽ എന്താ ഉള്ളത്? മോശമായ എന്താ ഉണ്ടായിരുന്നു? കുശേരി എന്താ? കുശേരി അബ്ബലും ദാഖലും രണ്ടോട്ടം നിർത്താൻ കിട്ടാം. മൂന്ന് കണ്ടാൽ പിഴവ് കിടക്കും. നിങ്ങൾക്ക് ചെയ്ത് ചോദിക്കണ എത്ര ചെയ്ത് ചോദിച്ചിട്ടുണ്ട്? മാവിയ റളിയല്ലാഹുവിനെ പറ്റി ഒന്നും പറയാൻ പാടില്ലല്ല. ഇപ്പൊ ചില തരീഖത്താർക്ക് മാവിയ തങ്ങളെ ചീത്ത പറയൽ ഔറാദാണ്, അറിയോ? ഇന്ന് കേരളത്തിൽ നടക്കുന്ന ചില തരീഖത്തുകാരുണ്ട്, മാവിയ റളിയല്ലാഹുവിനെ പരോക്ഷമായ ചീത്ത പറയൽ ഔറാദിന്റെ ഭാഗ. അപ്പൊ നമ്മളെ ചങ്ങായി ചോദിച്ചോ എന്താണെന്ന്. മാവിയ തങ്ങളെ മോന് ആരാന്ന്? യസീദ് അല്ലേ? യസീദ് കുറച്ച് തങ്ങന്മാരൊക്കെ ഒന്നുണ്ട്. തങ്ങന്മാർ എന്ന് പറഞ്ഞാൽ നമ്മക്ക് കരളുപോലെയാണ്. അപ്പൊ തങ്ങന്മാരെ കൊല്ലാൻ വേണ്ടി ജന്മം കൊടുത്ത മാവിയനെ വെറുതെ വിട്ടാൻ പറ്റുമെന്ന് വെച്ച ഉത്തരം, അറിയോ? തങ്ങന്മാരോട് പിരിച്ച് അധികരിച്ച് ബാക്കിയില്ലാത്ത പൊങ്ങന്മാരാക്കിയിട്ടുണ്ടാവും. ഇവനിക്ക് മാത്രം പിരിച്ചം അല്ല. ന്യായീകരണം, തങ്ങന്മാരെ കൊല്ലാന ഇടയായ യസീദിന് ജന്മം കൊടുത്ത പിതാവിനെ വെറുതെ വിട്ടാൻ പറ്റുമോ? കുരുത്തക്കട എന്നോട് ചോദിച്ചു, ഞാൻ തരീക്കത്ത് അതുകൊണ്ടാണ് അഹമ്മദ് ഫാറൂഖ് സറന്ദി ഇമാം ഇടക്കിടക്കേ മക്തുബാത്തിലുണ്ടോ, അക്കാലത്തേ ഉണ്ടെന്നോ തോന്നുന്നുണ്ടത്. അപ്പോൾ ചെല്ലുന്ന ഔറാദ് എന്താണെന്ന് ആദ്യം പഠിക്കണം. എന്തിനാന്ന് എടുത്തേക്കാന്ന് ഈ പരോക്ഷമായി വെടിവെക്കുന്നതല്ല. ഇമാമിങ്ങളാന്താന്ന് ചീത്ത പറയുന്നു ചില ഔറാദ്. രാവിലെ ചില ഔറാദാ നിന്റെ ദീനുൽ ഇസ്ലാമിനെ പല കഷ്ടങ്ങളാക്കി അങ്ങനെയാക്കി ഇങ്ങനെയാക്കി ഒരു വെച്ചാണ് ആരാന്ന് എനിക്കറിയാൻ പഠിച്ചവനെ അവർക്ക് ലഹനത്ത് ചെയ്യണമെന്ന്. അവർ ഉദ്ദേശിക്കുന്ന ആരാന്ന്? 4 മതം ഇമാമികൾ എന്താക്കി ഇങ്ങനെ 4 കഷ്ണാക്കി തീർത്തുണ്ട് ദീന്. എന്താ തരീഖത്ത്? ഇത് അറിയാത്തുള്ള തരീഖത്തിൽ കൂട്ടുള്ളൂ. അങ്ങനെ കൂട്ടുവോ? അതൊന്നും അല്ലല്ലോ തരീഖത്തെന്നൊരു സാധനം, അതല്ലല്ലോ. അത് അതൊക്കെ വ്യാഖ്യാനിച്ച് പോയി. ഇനി അത് ആദ്യം പോയി പറയേണ്ട ആവശ്യമില്ല. വഖാല റളിയല്ലാഹു ഇന്നായ ലം നത്ലി അലാ ശൈഇൻ മിമ്മാ ജറാ ബൈന സഹാബ. സഹാബത്ത് റളിയല്ലാഹുവിന്റെ ഇടയിൽ നടന്ന സംഭവം എന്താണെന്ന് നമ്മൾ നേരിട്ട് അനുഭവിച്ചാണെന്നല്ല. അപ്പം ദിവായത്ത് എത്രത്തോളം സഹിയാണെന്ന് അവിടുന്ന് കിട്ടി? ഇവർ ആരെ ഭാഗത്ത് കൂടിയാണ് സംസാരിക്കുന്നത് എങ്ങനെ കിട്ടി? ഇല്ല ലമ്മ വസലത്തിൽ സൈദിയ്യത്തു ഇലാ ഹദ്റമൗത്ത്. സൈദിയ പാർട്ടി എന്നൊരു പാർട്ടിയുണ്ട്, അവർ ഹദ്റമൗത്തിലേക്ക് എത്തുന്നത് വരെ നമ്മൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയും. ഹദ്റമൗത്ത് അങ്ങനെ ഇസ്തശ്റഫ്നാല ബഅദിൽ അശ്യാ. അപ്പം ചില കാര്യങ്ങൾ അറിയേണ്ടി വന്നപ്പോൾ ദഅത്തിൽ ഹാജത്തു ഇലൈഹ, അതിലേക്ക് ആവശ്യം നമ്മളെ വിളിച്ചിട്ടുണ്ട്. വഅമ്മ തവഗ്ഗുലു ഫീ ദാലിക, അതിൽ ആഴത്തിൽ ചെയ്യുക. വന്നദുറു ഫീമാ ഹുനാലിക ഫൈനു ലാ മഹാലത ഇശ്ഗലുൽ ഖൽബ, ഖൽബിനെ ഷുഗലാക്കും. വജഹ്ബി ബിഹി അലാ മഹാബിൽ ദലാൽ, ദലാലത്തിന്റെ പടുകുടിയിലേക്ക് അവനെ കണ്ടപ്പോൾ എന്താ മുഖം കൊത്തിച്ചാടിക്കളി. وقال سيدنا الإمام حمد بن حسن العطاس رضي الله عنه إن السلف رضي الله عنهم ينهون عن الاطلاع على ما شجر بين الصحابة رضي الله عنهم. സഹാബത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ഇടയിൽ ഉള്ളെടുത്ത ചില സംഭവങ്ങളുണ്ടല്ലോ, അതിലേക്ക് കൂടുതൽ ഇത്ലാഅ തൊട്ട് നമ്മുടെ നേതാക്കന്മാർ അത് തടയുമായിരുന്നു എന്നാണ് പറഞ്ഞത്. അതൊന്നും നീ പഠിക്കണ്ടാന്ന്. സാബിനെ വിശ്വാസം കുറക്കാൻ പറ്റൂല. ആര് മുഖേന ദീനിടത്തിന്? ഖുസൂസൻ, പ്രത്യേകിച്ച് ഉമ്മവിയ്യീന ഹാഷിമിയ്യീന, 2 ഭരണകൂടമാണല്ലോ. ഹാഷിമിയ്യൻ അലി റളിയല്ലാഹു അൻഹു ഹാഷിമിയ്യാണ്, മുആവിയ റളിയല്ലാഹു അൻഹു ഉമ്മവിയ്യാണ്. മുആവിയ തങ്ങളുടെ പേരാണ് അബൂ സുഫിയാൻ ആരാന്ന്? ഹർബിന്റെ പേരാണ് ഉമയ്യത്ത്. وبلغنا عن بعضهم أن القارئ إذا بلغ إلى ذكر شيء من ذلك في الكتاب الذي يقرؤونه, ഓതുന്ന കിതാബുകളിൽ അത്തരം കാര്യങ്ങൾ എന്താ വിട്ടാൽ യഖൂലൂന ലഹു, അവരോട് പറയും ഉത്തർക്കും അത് വായിക്കണ്ട.
വഖറഹുലി നഫ്സിക, അത് വേണം നിനക്ക് വേണമെങ്കിൽ സ്വകാര്യമായിട്ട് വായിച്ചോ, ഇവിടെ സദസ്സിൽ വായിക്കണ്ടെന്ന് പറഞ്ഞു. وبلغنا أن الحبيب عبد الله الهداد رضي الله عنه قال يا ليت صاحب المشرع لم يذكر قصة مقتل الحسين. മശ്റ എന്ന കിതാബിന്റെ ഉടമ പറഞ്ഞില്ലെങ്കിൽ നന്നായിരുന്നു, ഹുസൈൻ തങ്ങളെ വഫാത്തിനെ പറ്റി വ്യാഖ്യാനിച്ചു കളഞ്ഞിട്ടുണ്ട്, അത് പറയാതിരുന്നെങ്കിൽ നന്നായേനേന്ന്. കൊല്ലു ദാലിക, ഇതെന്തിനാണ്? ഖൗഫൻ മിന തഗയ്യുറുൽ ഖുലൂബ്, കൽബുകൾ എന്താക്കും? മാറ്റം വന്നു കളയും. സ്നേഹിക്കപ്പെടുന്ന കൽബെന്താക്കും? വെറുക്കുന്ന കൽബായി മാറും. പാടില്ലാത്ത ഒന്നിലേക്ക് കൽബ് ചായും. ഹക്കല്ലാത്ത കാര്യം എന്താക്കും? വിശ്വസിക്കേണ്ടിമെന്നാണ്. പറഞ്ഞു ജൗഹറത്തിലുണ്ടല്ല, വേബത്ത് ജൗഹറത്തിലുണ്ട്. സഹാബത്തിന്റെ ഇടയിൽ നടന്ന സംഭവങ്ങളൊന്നും നമ്മൾ മുണ്ടാൻ പാടില്ല, അവർക്ക് ഇജ്തിഹാദിന്റെ പദവിയാകുന്നു എന്നുകൊണ്ടൊക്കെ വിട്ടേക്കുക. وقال رضي الله عنه إن السلف لا ينظرون في كتب التوحيد المشتملة على المباحث الدقيقة والمسائل الكلامية. ഇൽമുൽ കലാമുമായി ബന്ധപ്പെട്ട മസ്അലകളിലും ബുദ്ധിക്ക് പെട്ടെന്ന് പിടുത്തം കിട്ടാത്ത ചർച്ചകളും ഉൾക്കൊള്ളുന്ന തൗഹീദിന്റെ കിതാബുകൾ നോക്കലിന് വെറും വിലങ്ങിയിരുന്നു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അത് തെറ്റുണ്ടായത് കൊണ്ടല്ല, സാധാരണ ബുദ്ധിക്കാർക്ക് അത് ഓടൂല. قال سيدنا الشيخ عبد الله الحدروس പറഞ്ഞു هذا مثل أن يقول أحدكم في معرض المدح. കണ്ടാ, മദിഹിന്റെ സ്ഥാനത്ത് ചിലർ പറയും, എന്താ ഫുലാനുൻ ലൈസ ബിഹായിക്കിൻ, ഇന്നാള് തുന്നപ്പണിക്കാരനല്ല, വലൈസ ബിഹജ്ജാമിൻ, അയാള് ഹിജാമ ചെയ്യുന്ന ചോരയുമായി ബന്ധപ്പെട്ട പണിയില്ല എന്ന് പറയും പോലെ. വദാലിക ദമ്മുല്ല മദ്ഹിന്റെ രൂപത്തിൽ പറഞ്ഞാൽ എന്താക്കും? ഈ ലൈസ ബിഹായിക്കിൻ എന്ന് പറയുമ്പോൾ ഹായിക്കല്ല എന്ന് പറയുമ്പോൾ എന്താ, ഇതിന് ഹായിക്കിനെ കുറ്റപ്പെടുത്തൽ വന്നിട്ടുണ്ട്. അയാൾ ഹജ്ജാമെന്നല്ല എന്ന് പറയുമ്പോ ഹജ്ജാമിന്റെ പണി മോശം വരില്ലേ എന്ന മതി. നമുക്ക് വിചാരിക്കാത്ത പരോക്ഷമായ ചില കാര്യങ്ങൾ വന്നേക്കും. അപ്പൊ നമ്മളെന്താക്കും? ഇൽമ വർദ്ധിപ്പിക്കാനാ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പോ ഏറ്റേക്കാതെ ഉള്ളതും ഇല്ലാണ്ടാവും. അല്ല, വദാലിക ദമ്മുല്ല മദ്ഹുൻ. وسيدنا الحبيب عبد الله بن علي بن ناد يقول إن قراءة السنوسية കിതാബ് നോക്കലി ഉമ്മുൽ ബറാഹിനി ഹറാമെന്ന് മൂപ്പർ പറഞ്ഞു. എന്തുകൊണ്ട് പറഞ്ഞു? വഹാദൽ കലാമു മിനൽ ഇമാമിൽ ഹദ്ദാദി, ഹദ്ദാദ് തങ്ങൾ ഇത് ഹറാമാണെന്ന് പറഞ്ഞ കലാമ് മഹ്മൂലുൻ അലാ ഗൈറിൽ മുതമക്കിനി ഫീ ദാലിക്കൽ ഇൽമി, ആ ഇൽമില് നല്ല പ്രാവീണ്യം സിദ്ധിക്കാത്ത ആളുകളെ ബോർഡ് പറയണ്ടെന്നാ മൂപ്പർ പറഞ്ഞു നിർത്തുന്നത്. നിരുപാധികം പാടില്ല എന്നല്ല, അത് അഖീദയിൽ അംഗീകരിക്കപ്പെട്ട കിതാബാണ്. ഔമൻ യഖുദു അലാ ഗൈരി അഹ്ലിഹി, അല്ലെങ്കിലോ അർഹതയില്ലാത്ത ആളെ വെക്കുന്ന എന്താക്കും? ഇത് ഓതും. അപ്പം പഠിപ്പിച്ചു കൊടുക്കുന്നവനക്ക് അറിയില്ല. അതിന് ഖൗഫൻ അലൈഹി, ഇത് പറഞ്ഞത് ഖൗഫൻ അലൈഹി മിനൽ മസില്ലത്തി വൽ വഖൂഫി വൽ വഖൂഫി ഫി ദന്ദഖ, സിന്ദീഖ്യങ്ങളിലേക്ക് പെട്ടുപോകലിനെ തൊട്ട് പേടിച്ചിട്ടാണ് മുപ്പത് ഹറാമെന്ന് പറഞ്ഞതിനർത്ഥം. വയില്ല, അങ്ങനെയാണെങ്കിൽ ഈ സനൂസി കിതാബിനെ ഉമ്മുൽ ബറാഹിൻ കിതാബിനെ പറ്റി അബ്ദുല്ലാഹി ഹദ്ദാദ് തങ്ങൾക്ക് ഒന്നും വിവരമില്ല എന്നതിൻ്റെ വായന. ഓർ എത്ര വലിയ ലോകത്തിന്റെ കുത്തുബാണ്. ഫൽ കിതാബാനിൽ മദ്കൂറാനി മിനൽ മുതൂനിൽ മുഅ്തമദതി ഫിൽ അഖായിദി ഇൻദ അഹ്ലിസുന്ന, അഹ്ലുസുന്നത്തിന്റെ അടുക്കൽ അഖീദ കിതാബില് ഏത്തിമാദ് ചെയ്യാൻ പറ്റുന്ന മത്തിനിൽപ്പെട്ടതാണ് ഏത്? മത്നു സനൂസി എല്ലാം. ബാജുൽ ഇമാം ശർഹദി നൂറുകണക്കിന് ശർഹാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ അർഹതയില്ലാത്ത ആള് നോക്കിയാലെന്താക്കും? പേടിച്ചിട്ടാണ് മുമ്പ് അത് ഹറാമാന്ന് പറഞ്ഞത്. وقال نفعنا الله به السلف لا يميلون الى التوغل في علوم التوحيد, തൗഹീദിന്റെ ഉലൂമിലേക്ക് ആഴത്തിൽ പോകലിലേക്ക് ചായൂല. വലാ ഫി ഉലൂമിൽ അദബില്ലത്തി തജ്ലിബുൽ ഇൻസാന, മനുഷ്യനെന്താക്കും? ആകർഷിക്കുന്ന ഉലൂമൽ ആദാബ്, അതായത് ഭാഷാ സാഹിത്യം. അല്ലാണ്ട് മറ്റേ ഉസ്താദിനെ കാണുമ്പോൾ ഓടുന്ന ആദാബല്ലി പറഞ്ഞത്, അതൊരു അദബെന്നല്ല. അപ്പോൾ തുഖ്രിജുഹന്തായിദത്തിൽ ഈതിദാലി, മധ്യനിലക്ക് നിൽക്കേണ്ട ആളിന് ഇഫ്രാത്തിലേക്കോ തഫ്രീത്തിലേക്കോ വലിച്ചു കളയുന്ന ചില സാഹിത്യങ്ങളുണ്ടാകും. വമൻ സാദത്ത് ഫസാഹത്തുഹു സാദത്ത് ഖബാഹത്തുഹു
ഒരാളെ ഫസാഹത്ത് ഏറും തോറും അവൻ്റെ കൊബുഹ അറിലാണ്ടായിരുന്നാണ്. وليس أن يترك الإنسان لسانه أوجاء ولكن هو تبخل الجم. അതിൻ്റെ അർത്ഥം ഇവൻ വളഞ്ഞ ലിസാൻ്റെ ആളായിട്ട് വരണം എന്നല്ല പറയുന്ന അർത്ഥം. അത് ആവശ്യത്തിന് പഠിക്കണം, അത് കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് പ്രതി സമയം കളയണ്ടാണ്. ഭാഷാ സാഹിത്യങ്ങളൊന്നും അറിയാത്ത ആളായിക്കൊണ്ട് ഔജായിട്ട് ഉപേക്ഷിക്കണം എന്നല്ല ഇതിനർത്ഥം. വലാകിൻ ഹുവ തവഖുലുൽ ജം, ആഴത്തിലുള്ള ആ പഠനം വ്യതിരിക്കും. വഖാല റളിയല്ലാഹു അൻഹു ഇന്ന ശൈഖ് ഇബ്നു തൈമിയ്യ ലഹു മദ്ഹബുൻ സാനിൻ. കണ്ടാ, ഇബ്നു തൈമിയ്യ ആരാണ്? അൽ അല്ലാമത്തുൽ ഹംബലി, എല്ലാവരും പരിചയപ്പെടുത്തുമല്ലോ. തഖിയുദ്ദീൻ അഹ്മദ് ബിൻ അബ്ദുൽ ഹലീം ഇബ്നു തൈമിയ്യ 661 ജനിച്ച് 728 വഫാത്ത്. സുഇല അൻ ഹാലിഹി അൽ ഇമാമുൽ കബീർ വലിയുദ്ദീൻ അൽ ഇറാഖി റളിയല്ലാഹു അൻഹുവിനോട് എന്താക്കി ഇബ്നു തൈമിയ്യന്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു. ഫഖാല ഫീ കിതാബിഹി അൽ അജ്വിബത്തുൽ മർദിയ അനിൽ അസ്അലത്തിൽ മക്കിയ എന്ന കിതാബിൽ അതിന് മറുപടി 92-ാം പേജിൽ അമ്മ ശൈഖ് തഖിയുദ്ദീൻ ഇബ്നു തൈമിയ്യ അവരെ പറ്റിയുള്ള ചോദ്യം. ഫഹുവ ഇമാമുൻ വാസിഉൽ ഇൽമി, ഇൽമുള്ള ആളാണെന്ന് സമ്മതിച്ചു. അത് യൂസുഫ് നബ്ഹാനി ഇമാം എന്താക്കി മറ്റേ അത്തവസ്സുൽ ഒരു കിതാബില്ലേ അതിൽ പറഞ്ഞു. ഒന്നാമത്തെ വാബ് ഇബ്നു തൈമിയ്യ ബഹറുൻ മവ്വാദ്, തിരമോലടിച്ചുകൊണ്ടിരിക്കുന്ന കടലാണ്. പക്ഷെ എന്തായി പാളിപ്പോയി എന്നപ്പുറം പറഞ്ഞു. അത് മാത്രം എടുക്കാൻ പാടില്ല. എന്നിട്ടോ അതിന് മുൻകഴിഞ്ഞ ഇമാമികളെ മറികടന്നു കളഞ്ഞു. അവിടെയാണ് ആക്ഷേപം വന്നത്. അല്ല, കസീറുൽ ഫളാലി വൽ മഹാസിൻ, നല്ല സ്വൽസ്വഭാവമുള്ള പലതും ഉണ്ട്. സാഹിദുൻ ഫിദ് ദുനിയായിരുന്നു, റാഗിബുൻ ഫിൽ ആഖിറയായിരുന്നു. അലാ തരീഖി സലഫു സാലിഹ് ലാകിന്നഹു കമാ ഖീല ഫീഹി ഇൽമുഹു അക്ബറു മിൻ അഖ്ലിഹി. അഖലിനാക്കണതാക്കി ഇൽമു ഏറിപ്പോയി. അപ്പൊ ഫഅദ്ദാഹു ഇജ്തിഹാദുഹു, അദ്ദേഹത്തിന്റെ ഇജ്തിഹാദ് അയാളെ വലിച്ചത് ഇലാ ഖർഖിൽ ഇജ്മാഅ്, ഇജ്മാഇനെ പൊളിക്കലിലേക്ക് എത്തിച്ചുപോയി. എന്തിന്? ഫീ മസായില കസീറ, ധാരാളം മസ്അലകളിൽ. ഖീല ഇന്നഹാ തബ്ലഗു 60 മസ്അല, 60 മസ്അലകളാണ് ഇജ്മാഇനെതിരായിട്ട് പറഞ്ഞത് എന്നാണ് പറയപ്പെട്ടത്. അപ്പൊ ഫഅഖദതുൽ അൽസിനത്തു, എല്ലാ നാവുകളും അയാളെ പിടികൂടി. ബിസബബി ദാലിക്, ആ ഇജ്തിഹാദിൽ തെറ്റിച്ചു. വതതറക ഇലൈഹി ലൗമ, നാനാ ഭാഗങ്ങളിൽ നിന്നും ആക്ഷേപം അതിലേക്ക് ചെന്നു. വംതുഹിന ബിഹാദ സബബ്, കൊണ്ട് ശിക്ഷ അനുഭവിക്കേണ്ടിയും വന്നു. വമാത മസ്ജൂനം ബിസബബി ദാലിക്, ഈ കാരണത്താൽ ജയിൽ കടന്നു വരിക്കേണ്ടി വന്നു. അപ്പോൾ ഇവിടെ നിന്നുണ്ട് രണ്ട് പക്ഷമുണ്ട്. സഹായിക്കുന്ന ആളോ പിന്തുണക്കുന്ന ആളും പിന്തുണക്കാത്ത ആളും. പിന്തുണക്കുന്ന ആള് പറയുന്ന ഇജ്തിഹാദിൽ പഴച്ചാൽ ഇങ്ങനെ ശിക്ഷിക്കലല്ല വേണ്ടത്, ഇജ്തിഹാദിൽ പഴച്ചാൽ ഒരു കൂലി ഉണ്ടെന്നില്ലേ. അതിനിപ്പത്തെ നിറവേറിയും ഇജ്തിഹാദിൽ പഴക്കൽ എന്ന് പറഞ്ഞാൽ അതിനേക്കാണ്ട് വലിയ ഇമാമങ്ങൾ ഇജ്തിഹാദിന് എതിരായിട്ട് വരുമ്പോഴാണ് ശിക്ഷ കൊടുക്കുന്നത്. ഇയാൾ സ്വയം ചെയ്യുന്ന ഇജ്തിഹാദിലല്ല. ഇതാ വൽ മുൻതസിറു ലഹു, മൂപ്പർക്ക് അനുകൂലമായി സംസാരിക്കുന്ന ആൾ യജലുഹു കഗൈരിഹി മിനൽ അയിമ്മ, മറ്റുള്ള ഇമാമികളെ പോലെ ഫി അന്നഹു ലാ തദറുൽ മുഖാലഫത്തു ഫി മസായിൽ ഫുറൂഅ്, ഫുറൂഇയായ മസാലകളിൽ മുഖാലഫത്ത് വന്നാൽ കേസില്ല എന്നാണ് എന്താക്കിയത് അവരെ പിന്തുണക്കുന്ന ആൾ പറഞ്ഞത്. അപ്പൊ ഇതാ കാനദാലിക ഇജ്തിഹാദി, അത് ഇജ്തിഹാദിനെ തൊട്ടാണെങ്കിൽ. വലാകിൻ മുഖാലിഫു, എന്നാലോ ലഹു, മൂപ്പറെ എതിരായി സംസാരിക്കുന്ന ആള് യഖൂലു ലൈസത മസായിലുഹു കുല്ലുഹാ ഫുറൂ, മൂപ്പറെ പറഞ്ഞ മസല എല്ലാം ഫുറൂഇയാത്തിലല്ല, ചിലത് ഉസൂലിയാത്തിലും ടച്ച് ചെയ്ത് പോയിട്ടുണ്ട് എന്നാണ് കേസ്. ബൽ കസീറും മിന്നാ ഫിൽ ഉസൂൽ, 60 മസാലയിൽ കസീറും ഉസൂലിലാണ് തെറ്റിയത്. വമാ കാന മിന്നാ ഫിൽ ഫുറൂഇ ഫമാ കാന യസൂലുൽ മുഖാലഫത്തു ഫിഹാ ബഅദ ഇഖാദിൽ ഇജ്മാഇ അലൈഹാ, ഫുറൂഇയായ മസല തന്നെ ഇജ്മാഅ് മുന്നക്കിദായതിനു ശേഷം മുഖാലഫത്ത് വന്ന അനുവദനീയമല്ല. അപ്പൊ എന്താ ഇജ്മാഇനെതിരെ വന്നു? ഇജ്മാഅ് എന്ന് പറഞ്ഞാൽ കുറെ മുലക്കന്മാർ വളഞ്ഞുകൂടി പാസ്സാക്കുന്നല്ലേ. ജമ്മ് തേച്ചോദ്യാള് പറയുന്നത് അങ്ങനല്ല എന്ന് പറഞ്ഞപ്പോ അല്ലേ, പിന്നെന്താന്ന് ഇപ്പൊ. അപ്പൊ ഇയാള് ജമ്മിൽ എന്താ ഓതിന്? മുഷാവറ യോഗം ചേർന്ന് തീരുമാനിക്കില്ലെന്ന് അയാൾ മനസ്സിലാക്കി വെച്ചത്. 4 ഇമാമിയങ്ങളും മറ്റുള്ള 4 ഇമാമികൾ ഒന്നിച്ചെപ്പോ കിട്ടീന്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വഫാത്തായ കൊല്ലം ശാഫിഈ ഇമാം ജനിക്കും തന്നെ, പിന്നെ കബറിൽ എണീച്ചു വന്നതാ.
ആര് പറഞ്ഞു? എവിടെ ഏത് കിതാബിൽ പറഞ്ഞു? അസ്കലാനി ഇമാം ഒരു റിസാല തന്നെ അതുണ്ട്. അതിൽ അതാ സാദി പോയി നോക്കി, ഞങ്ങളുടെ പോയി നോക്കി, അത് റിസാല തന്നെ എഴുതിയിട്ടുണ്ട്. കുറെ മധുഹ പറഞ്ഞിട്ട് അത് ഇബ്നു ഹജർ തന്നെയല്ലേ അസ്കലാനി. ദുററുൽ കാമില എന്നുള്ള കിതാബ് എടുത്ത് നോക്കി, സാദി തന്നെ ഉണ്ട്. ഇബ്നു ഹജർ തങ്ങൾ എവിടെ കുഴപ്പമില്ല. മൊത്തമല്ല ദീസൻ ഇവിടെ കാണിച്ചോ? അതെ, അതൊരു കലിമത്തല്ലേ പറഞ്ഞ്. ഓറെ ഷെയ്ഖിന്റെ ഷെയ്ഖാണ് ആരെഴുതിയത്? ദുററുൽ കാമില എന്നൊരു കിതാബിൽ എഴുതിയത് ഒരു റിസാല തന്നെയാണ്. അതെന്താക്കുന്നല്ലേ? അതിന്റെ അർത്ഥം തന്നെ ഞാൻ ഇബ്നു തൈമിയയെ അംഗീകരിക്കുന്നു എന്നല്ല ഇതിന്റെ വായന. ഈ ആക്ഷേപത്തിന്റെ ഒരു കലിമത്ത് മാത്രം പൊക്കിപ്പൊടിക്കുകയും 90% അവിടെ മറച്ചു വെക്കുകയും ചെയ്യുന്ന എന്തിനും? ഇവിടെ ന്യായീകരിക്കാൻ പറ്റും പറഞ്ഞല്ലോ. 60ഓളം മസാലയിൽ ഇജ്മാഇ നെതിരായി വന്നു, അതുകൊണ്ടാണ് ആക്ഷേപിക്കപ്പെട്ടത് എന്ന് പറഞ്ഞു. അപ്പൊ ന്യായീകരിക്കുന്ന ആള് പറഞ്ഞു ഇജ്തിഹാദിൽ പേച്ചാ തെറ്റില്ലല്ലോ, അതായത് ആ പേച്ചത് ഉസൂലിനാണ് തെറ്റിയതെന്ന് ഇപ്പത്തൊന്നും പറഞ്ഞു. ഫമാകാന മിന്നാ ഫിൽ ഫുറൂഇ, ഫുറൂഇ തന്നെ എന്ന് പറയാ. ഫമാകാന യസൂഖു ലഹുൽ മുഖാലഫത ഫീഹാ, ഫുറൂഇൽ മുഖാലഫത്ത് പറ്റൂല. ബഅദൻ നിഖ്ദാദ് ഇജ്മാഇ അലൈഹാ. വലം യകലിൽ അയിമ്മത്തിൽ മത്ബൂഈന മുഖാലഫത്തുൻ ഫീ മസായില ഇന്നഖദൽ ഇജ്മാഉ അലൈഹാ ഖബ്ലഹും. അതാ നമ്മൾ പിന്തുടരുന്ന ഇമാമികളിൽപ്പെട്ട ആർക്കും സംഭവിച്ചിട്ടില്ല എന്ത്? മുഖാലഫത്ത്. എന്ത് വിഷയത്തിൽ? അതിൻ്റെ തൊട്ട മുമ്പുള്ള ഇജ്മാ മുന്നക്കിതായ മസാലകളിൽ മുഖാലഫത്ത് പറഞ്ഞ ഒരൊറ്റ ഇമാമികൾ ഉണ്ടായിട്ടില്ല. മല്ലം നകാലി അഹദും മിൻഹും ഖൗലുൻ, ഒരു കൗലും കഴിഞ്ഞു വിട്ടില്ല. ഇല്ലാ ബഹു മസ്ബൂഖും ബിഹി ബിബഅദി സലഫി, ഇവർ പറഞ്ഞ സലഫു സാലിഹ്യങ്ങളിൽ നിന്ന് ആരുടെയെങ്കിലും കൗലും മങ്കഴിച്ചിട്ടുണ്ടാവില്ല. കമാ സറഹ ബിഹി ഗൈറു വാഹിദ് മിനൽ അഇമ്മ വമാ അസ്ബഅ മസ്അലത ഇബ്നു തൈമിയ്യ ഫി തലാഖി വസിയാറ. തലാഖിന്റെ വിഷയത്തിലും സിയാറത്തിന്റെ വിഷയത്തിലും രണ്ട് മസലയില്ലേ? ഇബ്നു തൈമിയ്യ പറഞ്ഞ മസല എന്തൊരു മോശമായി പോയി. വഖദ് റദ്ദ അലൈഹാ ഫീഹിമാ മഅൻ അശ്ശൈഖ് ഇമാം തഖിയുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു. ആ രണ്ട് മസലയിലും റദ്ദ് ചെയ്തിട്ടുണ്ട്. വഅഫറദ റഹിമഹുല്ലാഹു ദാലിക ബിത്തസ്നീഫ്, തഖിയുദ്ദീൻ സുബ്കി അത് പ്രത്യേക കിതാബായിട്ട് അടിച്ചിട്ടുണ്ട്. ഫഅജാദ, അത് വളരെ നന്നായിട്ടുണ്ട്. വഅഹ്സന ഇൻതഹ. അതാ അപ്പൊ അവർക്ക് എന്തായി? ഒരു മദ്ഹബും സാനിയും എന്നാ പറയുന്നത്. വഖദ് നഖമ അലൈഹി സലഫു ലിബഅദി മസാഇൽ ഇൻഫറദ ബിതർജീഹിഹാ, അദ്ദേഹം തർജീഹാക്കൽ കൊണ്ട് സ്വന്തമായി പറഞ്ഞ മസലക്ക് എന്താക്കി? നമ്മളെ സലഫു സാലിഹ്യങ്ങൾ അതിന് നല്ലോണം ശിക്ഷ കൊടുത്തിട്ടുണ്ട്. വഅഫ്താ ബിമാ ലം യഫ്തി ബിഹി സലഫ്, സലഫു സാലിഹ്യങ്ങൾ ഫത്വ കൊടുക്കാത്ത ഒരു മസലായിട്ട് ഇദ്ദേഹം ഫത്വ കൊടുത്തു കളഞ്ഞു. വറുബ്ബമാ ശദ്ദദ ബഅദു അഹ്ലിൽ ഇൽമി ഫീ ദാലിക്, അതുകൊണ്ട് ഇൽമിന്റെ ഹലിയാൽപ്പെട്ട ചിലര് മൂപ്പരോട് കടുത്ത കൈ കൊട്ടു. വമനി തലാ കുതുബിഹി ബാന ലഹുൽ ഖതഉ വസ്സവാബ്, അത് അദ്ദേഹത്തിന്റെ കിതാബ് വായിച്ചു നോക്കിയാൽ ഖതഉം സവാബും വെളിപ്പെടും. വഹമലൽ അശ്യാ അലാ ളാഹിരിഹാ, ചില കാര്യങ്ങൾ ളാഹിർമത്തന്നെ ചുമത്തിക്കളഞ്ഞു, ചിലപ്പോൾ തഅ്വീൽ കൊടുക്കേണ്ടതുണ്ടാകും. വഖദ് നബ്ബഹ ശൈഖു ഇബ്നു ഹജർ വഗൈറുഹു അലാ ശൈഇൻ മിൻ ദാലിക, അത്തരം കാര്യങ്ങൾ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവും ഗൈറും എന്താക്കി വെളിപ്പെടുത്തിയിട്ടുണ്ട്. വഹദ്ദറൽ ജുഹാല മിൻ മുതാലഅത്തി കുതുബിഹി, അദ്ദേഹത്തിന്റെ കിതാബ് മുതാല ചെയ്യാൻ പാടില്ല എന്നുണ്ടാക്കി കാര്യങ്ങൾ വിലക്കിയിട്ടുമുണ്ട്. ഉദാഹരണത്തിന് വദാലിക ഫീ കിതാബിഹിൽ ഫതാവൽ ഹദീസിയ്യ. പിന്നെ വഖാല സയ്യിദുൽ ഇമാം ഹൈദറൂസ് ബിൻ ഉമർ അൽ ഹബശി റളിയല്ലാഹു അൻഹു പറഞ്ഞു ഇന്ന സലഫനാ കാനൂ ലാ യുഹിബ്ബൂന അൽ ഇസ്തിഗാല അൽ കസീറ ബിൽ ബഹ്സ് ഫീ ഇൽമിൽ അഖായിദി, അഖായിദിന്റെ ഇൽമില് നീണ്ട ചർച്ചകളെ കൊണ്ട് ശൂലാവലിന് ഇഷ്ടപ്പെടില്ല. അത് ആവശ്യമായി പഠിച്ചിട്ടാണ് മതിയാക്കുക. അതിലെന്താകും? റാഫിലിയാക്കൾ അങ്ങനെ പറഞ്ഞു, ഇവർ ഇങ്ങനെ പറഞ്ഞു, ഖദരിയാക്കൾ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾക്ക് നമുക്ക് അല്പം എന്താകും? അതാന്നിട്ട് ശരിയെന്നൊക്കെ മനുഷ്യനെ പിടിച്ചോണ്ട് പോകും. ജബരിയാക്കളെയും ഖദരിയാക്കളെയും വേർതിരിക്കാൻ കഴിയുമോ? ഇനി ജബരിയാക്കളെ ചില മദാഹിബ്
സൂഫിയാക്കളെ മാറ്റി അള്ളാഹിൽ ഒത്തിട്ട് കാണാം. അപ്പം ജബരി മോശം എന്നുണ്ട സൂഫിയാക്കളെ മോശം എന്ന് പറഞ്ഞു. അതിനാണ് എന്താക്കിയത്? ഖദീദത്തുൽ ബഹിയ്യന്റെ ഷറഹിലി ഇമാം സാവി തങ്ങൾ പറഞ്ഞല്ലോ, ജബരിയാക്കൾ വേറെയാണ്, സൂഫിയാക്കളെ ഫനാ വേറെയാണ്, രണ്ടും രണ്ടായി മനസ്സിലാക്കണം. ഇവിടെയാണ് അധികം പേച്ചു പോയതുണ്ട്. ഒരു കൂട്ടം സൂഫിയാക്കളെ പിഴപ്പിക്കുന്ന ആളെന്ന് പറഞ്ഞ് വേറെ ജബരിയാക്കളാണ്, ജബരിയാക്കളെ നന്നാക്കുന്ന ആൾ പറഞ്ഞ് സൂഫിയത്തിനോട് ഒത്തു വളർന്നിട്ടുണ്ട്. രണ്ടും തെറ്റാണ്. ഖദീദത്തുൽ ബഹിയ്യ ഷാഹിനോട് നോദിയത് ويقول إن كثرة التطلع على مسائل ذلك الفن يخشى منها إثارة الشكوك. അതിൽ വല്ലാതെ ആഴത്തിൽ പോയാൻ താക്കുന്നറിയോ, ശക്കുകൾ ഇളക്കി വിടും. വലിത്തലാൽ മസായിലി വല്ലക്കാരിയ പഴച്ച അക്കീദിൻ്റെ മേലെ നമ്മളെ ശ്രദ്ധ പതിയും വീഴും. ഇന്ന കൂട്ടർ ഇന്നത് പറഞ്ഞ്, ഇന്ന കൂട്ടർ ഇന്നത് പറഞ്ഞ, മറ്റേ കൂട്ടർ ഇന്നത് പറഞ്ഞു പറയുമ്പോൾ മിസ്ലുഹാദ, അതുകൊണ്ട് അൽ ബോധു അൻവാവൂല, അതിനോട്ട് അകന്നു നിൽക്കലാണ് നല്ലത്. വയക്കഫിൽ ഇൻസാന മിൻ ഹാദൽ ഇൽമി മാ ഹബത്തു അഖീദത്തുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹുവിന്റെ അഖീദന്റെ കിതാബ് മാത്രം മതിയാക്കാം. വനഹവുഹ മിനൽ അഖാദിൽ മുഖ്തസറത്തിൽ വജീദ, ചുരുങ്ങിയ വാചകം കൊണ്ട് പറഞ്ഞിരുന്ന അഖീദന്റെ കിതാബുകളും മതിയാക്കാം. ഇതുപോലെ ദൗറത്ത് തൗഹീദെല്ലാം കാണുന്നു. അത് നടക്കട്ടെ. അടുത്ത ഫസൽ ഏതാണ്? ഉലമാവുൽ ആഖിറ ഏതാണ്, ഉലമാവുൽ ദുനിയ ഏതാണ് എന്ന് വേർതിരിക്കുക അവരുടെ ലക്ഷണങ്ങൾ. അത് കുറച്ചേ ഉള്ളൂ, അതിപ്പം പറയൂല. 1 2 3 1 2 5